എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് പ്രവീൺ നാവത്ത്. ഞാൻ കണ്ണൂരിലാണ്. ഓൾറെഡി നമ്മൾ പല വീഡിയോസുകളും ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാനൊരു കമ്പനിയെ റെപ്രസെൻറ്റേറ്റീവ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. സെഞ്ച്വറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ്, ഒരു ഫ്രീ ഡിജിറ്റൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. ആ കമ്പനിയുടെ പ്രൊഫൈലും പ്രൊഡക്റ്റ് പ്ലാൻ ഇത്രയും കാര്യങ്ങൾ പറയാം. അതിനു മുന്നേ ഞാൻ കമ്പനിയെ പറ്റി ഒന്നുകൂടി പറയാം. കമ്പനി സെഞ്ച്വറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്, തൃശ്ശൂരാണ് ഇതിൻ്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. ഇത് 1998 ഒരു പാർട്ട്ണർഷിപ്പ് ഫാമോടുകൂടി ആരംഭിച്ചു. 2008 ഇത് ഇൻകോർപ്പറേറ്റഡ് ആസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് മാറി. ERP സോഫ്റ്റ്വെയർ ഓൾറെഡി വേൾഡ് വൈഡായിട്ട് സർവീസ് ചെയ്തുകൊണ്ടും വിൽപ്പന രംഗത്ത് മികവ് പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻഡിഗ്ര എന്ന ERP ബ്രാൻഡ് നെയിമോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് സെഞ്ച്വറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി. ഈ കമ്പനിയുടെ തന്നെ ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് സേവ് ആപ്പ്, ഇൻറ്റിഗ്രേറ്റഡ് പേഴ്സണൽ മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷൻ. ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന ഓരോ വ്യക്തികൾക്കും സാമ്പത്തികമായിട്ട് ഒരു അച്ചടക്കം, മണി മാനേജ്മെൻറ്റ് പഠിപ്പിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്പ് എന്ന് പറയുന്നത് സേവ് ആപ്പ് എന്നത് പെർഫെക്റ്റ് പേഴ്സണൽ മാനേജ്മെൻറ്റ് ആപ്പാണ്. ഇത് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം, നമ്മൾ ആ പണം എങ്ങനെ എവിടെയൊക്കെ ചിലവഴിച്ച് പോകുന്നു, അതിൻ്റെ ഒരു അടുക്കും ചിട്ടിയും വരവ് ചിലവ് കണക്കുകളൊക്കെ കൃത്യമായിട്ട് എഴുതി സൂക്ഷിക്കാൻ, നമ്മുടെ ഓരോ ഫംഗ്ഷനും നമുക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാം. ലാബിലിറ്റി ഉണ്ട്, ഇൻഷുറൻസ്, അസറ്റ് മാനേജ്മെൻറ്റ്, അങ്ങനെ 16ഓളം ഫീച്ചേഴ്സ് ഓൾറെഡി നമുക്ക് ഇതിൽ ഉണ്ട്. ഒറ്റ ഡൗൺലോഡിങ്ങിൽ തന്നെ നമുക്ക് ഈ എല്ലാ ഫീച്ചേഴ്സും ഉപയോഗിക്കാം എന്നതാണ് ഒരു പ്രത്യേകത. ഇന്ന് നമുക്ക് പെൻഡി പ്രീമിയം പോലുള്ള പല ആപ്ലിക്കേഷനും അറിയാം. അത് 5 കോടിക്ക് മുകളിൽ ആളുകൾ ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഓൺലി 4 ഫീച്ചേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ വാല്യൂ ഓരോരുത്തർക്കും തിരിച്ചറിയേണ്ടതുണ്ട്. ഇനി ഇതിൻ്റെ ലീഗൽ വശങ്ങളെപ്പറ്റി സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 100% ലീഗലാണ്. അത് നമ്മുടെ MySaving.in എന്ന വെബ്സൈറ്റിൽ കയറിക്കഴിഞ്ഞാൽ നമ്മുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് വ്യക്തികൾക്കും ഓപ്പൺ ചെയ്ത് അത് മനസ്സിലാക്കാം. അതിൽ സംശയങ്ങൾ നിവാരണം ചെയ്യുന്നതിനായി ഡയറക്റ്റ് നിങ്ങൾക്ക് കസ്റ്റമർ കെയറുമായിട്ട് ബന്ധപ്പെടാം. ഏത് സാഹചര്യത്തിൽ നമുക്ക് നല്ല രീതിയിൽ പ്രൗഡ് ഫീലോടുകൂടി നമുക്ക് കസ്റ്റമറിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന എല്ലാ നിയമസാധുതകളും ഓൾറെഡി ഇതിലുണ്ട്. സേവ് ആപ്പിൻ്റെ മാർക്കറ്റിംഗ് കോൺസെപ്റ്റും കോമ്പൻസേഷൻ പ്ലാനും വിശദമാക്കുക എന്നത് ഒരു വളരെ അത്യാവശ്യമാണ്. കാരണം നിങ്ങൾക്കിന്ന് പല പ്രൊഡക്റ്റുകളും മാർക്കറ്റിൽ ലഭിക്കുന്നുണ്ട്. അതൊക്കെ ഫിസിക്കൽ പ്രൊഡക്റ്റുകളാണ്. ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റാണ്. ഇത് ഫ്രീ യൂസേഴ്സായിട്ട് നമുക്ക് ഇതിലേക്ക് കടന്നു വരാം. ഫ്രീ യൂസേഴ്സായിട്ട് കടന്നു വരുന്ന വ്യക്തികൾക്കൊക്കെ ജസ്റ്റ് 3 സ്റ്റെപ്പ് മാത്രമേ ഇതിൽ നമുക്ക് കടന്നു വരാൻ വേണ്ടതുള്ളൂ. അത്രയും ഈസി ആയിട്ട് ഒരു മൊബൈൽ ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക്, ആൻഡ്രോയിഡ് മൊബൈൽ ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് ഈസി ആയിട്ട് ഇതിലേക്ക് കടന്നു വരാം. ഏതെങ്കിലും ഒരു സുഹൃത്തിൻ്റെ ഒരു ലിങ്ക് ഷെയർ ചെയ്ത് ലഭിക്കും. അതായത് നമുക്ക് ഇത് രജിസ്റ്റർ ചെയ്ത് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളൊരു BA റീസെല്ലർ ആവുന്നു. ആ BA റീസെല്ലർ ആയതിനു ശേഷം നമുക്ക് സ്വന്തമായിട്ടൊരു ലിങ്ക് ക്രിയേറ്റ് ആവുന്നുണ്ട്. ആ ലിങ്കാണ് നമ്മൾ ഷെയർ ചെയ്യേണ്ടത്. അങ്ങനെ ലിങ്ക് ഷെയർ ചെയ്തുകൊണ്ട് വേൾഡ് വൈഡ് സോഷ്യൽ മീഡിയാസിലൂടെ മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു സിമ്പിൾ മെത്തേഡാണ് നമ്മുടെ ഈ ഒരു കമ്പനി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതൊരു വ്യക്തികൾക്കും വീട്ടിലിരുന്നു കൊണ്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഒരു പ്രൊഡക്റ്റാണ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് നമ്മുടെ സേവ് ആപ്പ് നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ 2024 ജനുവരി 13 നമുക്ക് ഇതിലൊരു മൊബൈൽ ആപ്ലിക്കേഷൻ, അതായത് മൊബൈൽ റീചാർജ് ചെയ്യാനും DTH റീചാർജ് ചെയ്യാനും ഇനി വരും ദിവസങ്ങളിൽ ബിൽ പേയ്മെൻറ്റും കൂടി ഇതിലൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു സാധ്യത കൂടി നമ്മുടെ കമ്പനി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി 2 അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അതിലൂടെ നമുക്ക് റീചാർജ് എന്ന ആ ഒരു ഓപ്ഷൻ നമുക്ക് ലൈഫ് ടൈം ചെയ്യാം. റീചാർജ് ചെയ്യുമ്പോൾ നമുക്ക് സാധാരണ പല കമ്പനികളുടെ എയർടെൽ ഐഡിയ, വോഡഫോൺ, ഇങ്ങനെ പല കമ്പനികളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതെല്ലാം നമ്മൾ എല്ലാ മാസവും 28 ദിവസം കൂടുമ്പോൾ റീചാർജ് ചെയ്യുന്നുമുണ്ട്. അപ്പോഴൊന്നും നമുക്കൊരു വരുമാനവും ഇതുവരെ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ സേവ് ആപ്പിലൂടെ നമുക്ക് റീചാർജ് ചെയ്യുമ്പോൾ നമുക്കൊരു ക്യാഷ് ബാക്കും അതുപോലെ തന്നെ ഒരു അൺലിമിറ്റഡ് ആയിട്ടുള്ള വരുമാനവും ലഭിക്കും. അതിനു മുന്നേ നമുക്കിതിലേക്ക് എങ്ങനെയൊക്കെ കടന്നു വരാമെന്ന് ഒന്ന് ആലോചിക്കാം. എങ്ങനെയൊക്കെയാണ്
ഫ്രീ യൂസേഴ്സായിട്ട് കടന്നു വരാം ഫസ്റ്റ്. രണ്ടാമത് ഒരു ആക്റ്റീവ് യൂസേഴ്സായിട്ട് കടന്നു വരാം. മൂന്നാമത് ഫാമിലി യൂസേഴ്സായിട്ടും കടന്നു വരാം. ഈ 3 തരത്തിൽ കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്? ഫ്രീ യൂസേഴ്സായിട്ട് കടന്നു വരുമ്പോൾ നമുക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് ഒരു 99 റുപ്യ 99 രൂപ ക്യാഷ് ബാക്ക് ആയിട്ട് ലഭിക്കും. കടന്നു വരുമ്പോൾ തന്നെ ഇത് ഡൗൺലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഇതിലേക്ക് കടന്നു വന്നു. അപ്പോൾ തന്നെ നമുക്ക് 99 രൂപ ക്യാഷ് പർച്ചേസ് വാലറ്റിൽ ലഭിക്കും. അപ്പോൾ ഇനി അതിന് പുറമെ ഒരു പർച്ചേസിങ് പോയിൻ്റായിട്ട് ഒരു 500 പർച്ചേസിങ് പോയിൻറ്റും നമ്മൾ ഇത് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ വാലറ്റിൽ ലഭിക്കും. ടോട്ടൽ 500 എന്നത് 500 രൂപയ്ക്ക് തുല്യമാണ്. അതിന് പുറമെ ക്യാഷ് ബാക്ക് ആയിട്ട് എവരി റീചാർജ്, ഓരോ റീചാർജിനും 20% കമ്പനിക്ക് ലഭിക്കുന്ന വരുമാനത്തിൽ നിന്ന് നമുക്ക് നമ്മുടെ 20 ലെവലായിട്ട് 1% ഫ്രീ യൂസേഴ്സിന് ലഭിക്കും. 20 ലെവലിലാണ് അത് 1% വീതം കമ്മീഷൻ നമ്മളെ കമ്പനി ഫ്രീ യൂസേഴ്സിന് കൊടുക്കുന്നത്. അങ്ങനെ ആ ഒരു ഫ്രീ യൂസേഴ്സിന് ലഭിക്കുന്ന 1% മാത്രമാണെങ്കിൽ തന്നെ എല്ലാ 28 ദിവസം കൂടുമ്പോൾ എല്ലാ വീട്ടിലും ഒരു 4-5 ഫോണുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ഒരു ഏവറേജ് വരുമാനം എന്നത് ഒരു 1.5 ലക്ഷം വരെ നമുക്ക് ലഭിക്കാനുള്ള സാധ്യത അവിടെ ഒരു കമ്മ്യൂണിറ്റിയിലൂടെ നിങ്ങൾക്കുണ്ടാക്കാം. അത്രയും വലിയൊരു സാധ്യതയാണ് ഈ മൊബൈൽ റീചാർജിങ്ങിലൂടെ നമ്മുടെ കമ്പനി ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ റിയാലിറ്റി നിങ്ങൾ അതിൻ്റെ ആഴങ്ങളിൽ കയറി പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കതിൻ്റെ സത്യസന്ധത മനസ്സിലാവും. അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബത്തിന് വേണ്ടുന്ന ഒരു ഭദ്രത ഇതിലൂടെ തന്നെ നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും. ഇനി ആക്റ്റീവ് യൂസേഴ്സായിട്ടുള്ള കടന്നു വന്നാലുള്ള ഒരു ബെനിഫിറ്റാണ് ഞാൻ പറയാൻ പോകുന്നത്. ആക്റ്റീവ് യൂസേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ റേറ്റ് 3999 പ്ലസ് GST ആണ്. അതായത് 4719 രൂപ കൊടുത്ത് നമ്മളിത് കടന്നു വരുന്നു പർച്ചേസ് ചെയ്തുകൊണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കമ്പനി പറഞ്ഞിട്ടുള്ള ഈ പ്രൊഡക്റ്റിൻ്റെ ഫുൾ അസസ് നമുക്ക് ഫുൾ കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. ആ ഫീച്ചേഴ്സ് കംപ്ലീറ്റ് നമുക്ക് ലൈഫ് ടൈം ഉപയോഗിക്കാം. അത് പുറമെ ഒരു ഫ്രീ വെബ് കാർഡും നമുക്ക് സ്വന്തമായിട്ട് ലഭിക്കുന്നുണ്ട്. ഒരു മിനി വെബ്സൈറ്റാണ്. ആ മിനി വെബ്സൈറ്റിലൂടെ നിങ്ങൾ ഇതുവരെ ചെയ്ത തൊഴിൽ എന്താണോ, ബിസിനസ് എന്താണോ അതിനെ നല്ല രീതിയിൽ മാർക്കറ്റിൽ സോഷ്യൽ മീഡിയാസിലൂടെ നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ഫ്രീ പർച്ചേസിങ് പോയിൻ്റാണ്. അത് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞ നേരത്തെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഒരു 500 പർച്ചേസിങ് വാലറ്റിൽ ലഭിക്കുന്നുണ്ട് പോയിൻ്റ്. ഇപ്പോൾ ടോട്ടൽ ക്യാഷ് കൊടുത്ത് വാങ്ങിക്കുന്ന വ്യക്തികൾക്ക് ടോട്ടൽ 4500 പർച്ചേസിങ് പോയിൻ്റ്, അതായത് നമ്മൾ കൊടുക്കുന്ന തുകക്ക് തുല്യമായിട്ടുള്ള പർച്ചേസിങ് പോയിൻ്റ്. ഇനി ഫ്രീ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് ടൈമാണ്. അതുമാത്രമല്ല 4 തരത്തിലുള്ള വർക്കിംഗ് ഇൻകവും കമ്പനി ഞങ്ങൾ ആക്റ്റീവ് യൂസേഴ്സായിട്ട് വരുമ്പോൾ മുതൽ നിങ്ങൾക്ക് തുടക്കം കുറിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ റീചാർജ് വരുമാനം നോക്കുകയാണെങ്കിൽ അത് 2%, അതായത് നിങ്ങളൊരു കമ്മ്യൂണിറ്റി വളർത്തിയെടുത്ത് കഴിഞ്ഞാൽ റെഫറൽ ലിങ്ക് ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഒരു ഡയറക്റ്റ് കമ്മ്യൂണിറ്റി ഉണ്ടാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ 1% എന്നുള്ളത് ഒരു ആക്റ്റീവ് യൂസേഴ്സിന് 2% ആയിരിക്കും. ഒരു 1.5 ലക്ഷം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ മാസവും അതൊരു 3 ലക്ഷത്തിലേക്ക് എത്താനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് വെറും ഒരു 4719 രൂപ കൊടുത്ത് പർച്ചേസ് ചെയ്യുമ്പോൾ ലഭിക്കുന്നത്. ഇനി ആക്റ്റീവ് യൂസേഴ്സിന് കിട്ടുന്ന ആ 4 തരം ബെനിഫിറ്റ് എന്താണെന്ന് ഞാൻ പറയാം. ഒന്നാമത്തത് 800 രൂപയാണ്. പെർ ആക്ടിവേഷനാണ് 800 രൂപ. നിങ്ങൾക്ക് ഡയറക്റ്റ് എത്ര പേർക്ക് നിങ്ങൾക്കിത് റെഫറൽ ചെയ്യാൻ പറ്റും, റെഫറൽ ലിങ്ക് ഷെയർ ചെയ്തുകൊണ്ട് എത്രത്തോളം നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഓരോരുത്തരും പർച്ചേസ് ചെയ്യുന്നതിനനുസരിച്ച് 800 രൂപ ക്രമത്തിൽ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അതാണ് പേഴ്സണൽ സെയിൽസ് കമ്മീഷൻ. രണ്ടാമത് ജനറേഷൻ സെയിൽസ് ഇൻസെൻറ്റീവാണ്, ലെവൽ ഇൻകമായിട്ടാണ്. അത് നമുക്ക് 13 ലെവലുകളായിട്ട് ലഭിക്കും. നമ്മൾ ആദ്യം 4 പേർക്ക് കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ 4 പേരും നമ്മുടെ ഫസ്റ്റ് ലെവലായിട്ടും ആ 4 പേർക്കും അവരുടേതായ 4 പേർക്ക് കൊടുക്കുമ്പോൾ അത് നമ്മുടെ സെക്കൻഡ് ലെവലും അവരുടെ ഫസ്റ്റ് ലെവലും അങ്ങനെ അത് ആ രീതിയിൽ 13 ലെവലായിട്ട് 50, 10, 20, 30, 10, 20, 30, 10, 20, 30 ലാസ്റ്റ് 13ാമത്തെ ലെവലിൽ 30 രൂപ വെച്ച് നമുക്ക് ലഭിക്കും. ഇത് ഒരു വലിയൊരു സാധ്യതയാണ്. ഈ പവർ ഓഫ് ദ ലെവൽ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കൈകളിൽ ഒതുങ്ങുന്നതല്ല, അത്രയും വലിപ്പമാണ് ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ ഒരു ബൈനറി ആയിട്ട് നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് പോകാൻ സാധിച്ചാൽ 100% അത് ബിസിനസ് വിജയത്തിലെത്തിക്കാൻ സാധിച്ചാൽ തന്നെ നിങ്ങൾക്ക് 242 കോടി 87 ലക്ഷത്തിലേക്ക് വെറും ലെവൽ ഇൻകം മാത്രം നിങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കും. ഈ ലെവൽ ഇൻകത്തിൻ്റെ സാധ്യത ഞാൻ പറഞ്ഞത് 100% ഓക്കെ ആണെങ്കിൽ, അല്ല ഇതിൻ്റെ 10% ആണെങ്കിൽ 242 കോടിയുടെ 10% നിങ്ങൾക്ക് ഇമേജ് ചെയ്യാം. അതും വേണ്ട വെറും 2% 1% ആയാൽ കൂടി നമ്മൾ ലൈഫ് ടൈം ഒരു അധ്വാനിച്ചുണ്ടാക്കുന്ന ഒരു പണം എന്ന് പറയുന്ന 25-30 വർഷം അധ്വാനിച്ചുണ്ടാക്കുന്ന പണത്തിൻ്റെ ഏവറേജ് ഒരു
1,80,00,000 ഇവിടെ വെറും ഒരു ലെവൽ ഇൻകം മാത്രം 1% കിട്ടിയാൽ തന്നെ 2 കോടിക്ക് മുകളിലാണ് ഇതിൻ്റെ സാധ്യത. ഇത് റിയാലിറ്റിയാണ്. ഇതൊരു നെറ്റ്വർക്കാണ്. ഈ നെറ്റ്വർക്കിലൂടെ നമ്മുടെ വാമൊഴി പരസ്യത്തിലൂടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ഇത് നിശ്ചയമായി നടക്കുന്ന ഒരു ബിസിനസ്സായിട്ടാണ് ഇതിനെ നെറ്റ്വർക്കേഴ്സ് കാണുന്നത്. ഇനി ഇതിൽ നമുക്ക് ടീം ബിൽഡിംഗ് കമ്മീഷനുണ്ട്. ബൈനറി ആയിട്ട് 400 മുതൽ 600 വരെ പെർ മാച്ചിങ്ങിന് ലഭിക്കും. 2 ഓർഗനൈസേഷനായിട്ട് നമ്മുടെ ടീം ബിൽഡ് ചെയ്ത് പോവുകയാണെങ്കിൽ അത് ഓരോ പെർ മാച്ചിങ്ങിന് 400 രൂപ, ഒരു ആക്ടിവേഷനും ഒരു 800 രൂപ ലഭിക്കുമ്പോൾ തന്നെ അവിടെ ഒരു ഒരു BB ആണ് കമ്പനി കാണുന്നത്. ആ ഒരു BB 2 ലെഫ്റ്റ് റൈറ്റുമായിട്ട് 2 പ്രൊഡക്റ്റ് സെയിൽ ചെയ്ത് നടക്കുമ്പോൾ അവിടെ ഒരു BB ഒരു പെർ മാച്ചിങ് നടക്കും. അങ്ങനെയാണെങ്കിൽ 400 രൂപ. അങ്ങനെ അതിൻ്റെ ഒരു സീലിംഗ് ലിമിറ്റ് എന്നത് ഡെയിലി എന്നത് 10,000 ആണ്. അത് 600ലേക്ക് എത്തുന്നുണ്ട്. 400 അത് വരും സ്ലൈഡിൽ ഞാൻ വിശദമായി പറയാം. അങ്ങനെയാണെങ്കിൽ ഒരു പർച്ചേസിങ്ങിലൂടെ നിങ്ങൾക്ക് 3 ലക്ഷം മുതൽ 4.5 ലക്ഷം വരെ നമ്മുടെ കമ്പനിയിൽ നിന്ന് ടീം ബിൽഡിംഗ് കമ്മീഷൻ മാത്രം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ ടീം വോളിയം ഇൻസെൻറ്റീവ് ഉണ്ട്. റാങ്ക് ആൻഡ് ഇൻസെൻറ്റീവായിട്ട് 14 റാങ്കുകളിലായിട്ട് 10 കോടി നമ്മുടെ കമ്പനി നമുക്ക് വേണ്ടി മുന്നിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഓരോ റാങ്കിനായി മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, സീനിയർ മാർക്കറ്റിംഗ് ഓഫീസർ, സീനിയർ മാർക്കറ്റിംഗ് ഓഫീസർ, ടീം ഡെവലപ്മെൻറ്റ് ഓഫീസർ, സീനിയർ ടീം ഡെവലപ്മെൻറ്റ് ഓഫീസർ, മാനേജർ, സീനിയർ മാനേജർ, ഡെപ്യൂട്ടി ജനറൽ മാനേജർ, സീനിയർ ജനറൽ മാനേജർ, വൈസ് പ്രസിഡൻറ്റ്, സീനിയർ വൈസ് പ്രസിഡൻറ്റ് അങ്ങനെ 14 റാങ്കിലും കൂടി നമുക്ക് ഓരോ റാങ്കിലേക്കും വരണമെങ്കിൽ ആദ്യം 4, 12, 30, 80, 200, 500, 1200, 4000 എന്ന രീതിയിൽ നമ്മൾ നമ്മുടെ ടീമിനെ നല്ല രീതിയിൽ ബിൽഡ് ചെയ്ത് പോവുകയാണെങ്കിൽ ഇൻസെൻറ്റീവ് ഇനത്തിൽ മാത്രം 14 റാങ്കിൽ കൂടി 10 കോടി നമുക്ക് കമ്പനി തരും. അതിൻ്റെ റിയാലിറ്റി ഇന്ന് 7 റാങ്ക് വരെ നമ്മുടെ കമ്പനിയിൽ ഓൾറെഡി അച്ചീവ് ചെയ്തവരുണ്ട്. അപ്പോൾ അതിന് പുറമെയാണ് നമുക്ക് ആ ആക്റ്റീവ് മെമ്പേഴ്സിന് ലഭിക്കുന്ന ബിസിനസ്സിൻ്റെ ഒരു സാധ്യത ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെറും മൊബൈൽ റീചാർജിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1.5 ലക്ഷം എന്നുള്ളത് 13 ലക്ഷം. ഇനി പറയാൻ പോകുന്നത് ഏറ്റവും അടിസ്ഥാനവും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒരു കാര്യമാണ് ഫാമിലി യൂസേഴ്സ്. 3 പ്രൊഡക്റ്റ് ഇതിലേക്ക് പർച്ചേസ് ചെയ്ത് കടന്നു വരുന്നു. അതായത് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ് ഇത്. നമുക്ക് മാത്രമല്ല നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും ഉപയോഗിക്കണം. നമുക്ക് സാമ്പത്തിക അച്ചടക്കം ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് തുടങ്ങണം. അങ്ങനെയാണെങ്കിൽ ഫാമിലി യൂസേഴ്സായിട്ട് 3 പ്രൊഡക്റ്റ് എടുത്ത് കടന്നു വരുന്ന വ്യക്തികൾക്കുണ്ടാകുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് അത് നമുക്ക് 3 പ്രൊഡക്റ്റും നമുക്ക് ഡയറക്റ്റ് സ്വന്തമായിട്ട് ഉപയോഗിക്കാം. അതിന് പുറമെ നമുക്ക് എല്ലാ 3 ഐഡിയിലും നമുക്ക് വർക്കിംഗ് ഇൻകം 4 തരത്തിലുള്ള വർക്കിംഗ് ഇൻകവും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിനൊക്കെ പുറമെ 14,500 പർച്ചേസിങ് പോയിൻ്റ് നമ്മൾ കൊടുക്കുന്ന തുക എന്ന് പറയുന്നത് 11,997 രൂപ പ്ലസ് 18% GST, അതായത് 14,157 രൂപയാണ്. ഇതിന് തത്തുല്യമായ പോയിൻ്റ് നമുക്ക് ലഭിക്കും. ഇത് ഇൻകാഷ് ചെയ്യാനുള്ള അവസരം കമ്പനി ഒരുക്കിയിട്ടുണ്ട്. അത് ഡിസംബർ ജനുവരിയോടുകൂടി ലോഞ്ച് ആവും. ആ സമയത്ത് ഈ കോമേഴ്സ് പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് ഈ 14,500 ഉള്ള പ്രൊഡക്റ്റ് നമുക്ക് റിഡീം ചെയ്യാൻ സാധിക്കും. ഇനി ഇതിനും പുറമേ ആയിട്ട് 3% റീചാർജ് വരുമാനം, അതായത് ഇതുവരെ പറഞ്ഞ 1ഉം 2ഉം അല്ല, ഇനി ഇവിടെ 3% ആണ്. നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി വളരുകയാണെങ്കിൽ നമുക്ക് ആ കമ്മ്യൂണിറ്റിയിലൂടെ ലഭിക്കുന്ന ഒരു 5, 10, 1000ൽ കൂടുതൽ ടീം വളർന്നു, അവിടെ എല്ലാം റീചാർജ് നടന്നു. എല്ലാ 28 ദിവസവും കൂടുമ്പോൾ 3% വെച്ച് നമുക്ക് 1.5 ലക്ഷം കിട്ടുന്ന വ്യക്തിയാണെങ്കിൽ അത് 4.5 ലക്ഷത്തിലേക്കാണ് ഇവിടെ ഫാമിലി യൂസേഴ്സായിട്ട് കടന്നു വരുമ്പോൾ തന്നെ ലഭിക്കുന്നത്. ഇനി അടുത്തത് നമുക്ക് ഫാമിലി യൂസേഴ്സായിട്ട് കടന്നു വരുന്ന വ്യക്തികൾക്കാണ് CCM ബോണസിന് അർഹരാകുന്നത്. ഈ CCM ബോണസ് എന്ന് പറയുന്നത് കോർ കമ്മിറ്റി അംഗമാകാം. ഒരു ഫാമിലി പാക്ക് എടുത്ത വ്യക്തികൾക്ക് മാത്രമേ ഇത് സ്വപ്നം കാണാൻ പറ്റുകയുള്ളൂ. ഈ ഫാമിലി പാക്ക് എടുത്ത വ്യക്തികൾക്ക് ഒരു CCM കോർ കമ്മിറ്റി അംഗമാകണമെങ്കിൽ 90 ദിവസത്തിനുള്ളിൽ 10 ഫാമിലി പാക്ക് നിങ്ങൾ സെയിൽ ചെയ്യണം. അങ്ങനെ സെയിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് CCM കോർ കമ്മിറ്റി അംഗമാകാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ മന്ത്ലി വാങ്ങിക്കുന്ന ഒരു ഇൻകം വരുമാനമുണ്ട്. ബൈനറി ആയി ലെവൽ ഇൻകമായിട്ട് ഡയറക്റ്റ് റെഫറലായിട്ടൊക്കെ ലഭിക്കുന്ന ക്യാഷിൻ്റെ ഒരു 5% നമ്മൾക്ക് അധികമായിട്ട് തരും. അപ്പോൾ അതിന് പുറമെ നമുക്ക് ഏറ്റവും BT എന്ന് പറയുന്നത് ഇയർലി ബോണസിൽ റീചാർജ് ടേൺ ഓവർ വേൾഡ് വൈഡ് നടക്കുന്ന റീചാർജ് ടേൺ ഓവറിൻ്റെ ഇയർലി ബോണസായിട്ട് നമുക്ക് ഷെയർ ചെയ്ത് തരുന്നത് 10% ആണ്. അത് വെറും കോർ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ളവർക്ക് മാത്രം ലഭിക്കുന്ന ഒരു സൗഭാഗ്യമാണ്.
വെറും 10% എന്ന് പറയുന്നത് നമ്മുടെ കമ്പനി ഇനി വരും കാലഘട്ടങ്ങളിൽ എയർടെൽ, ഐഡിയ, വോഡാഫോൺ ഇതൊക്കെ ഗൂഗിൾ പേ, പേടിഎം, ഫോൺ പേ എന്ന് ചെയ്യുന്നത് പോലെ സേവ് ആപ്പിൽ കൂടിയാണ് എല്ലാവരും ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ 10% എന്നത് ഇമേജ് ചെയ്യാൻ പറ്റാത്തത്ര ഒരു വലിയ തുകയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കടന്നു വരുന്നത് CCM ആയിട്ട് തന്നെയാണ്. ഇപ്പോൾ CCM ആവാനുള്ള വളരെ മത്സരം തന്നെ ഇപ്പോൾ നമ്മുടെ കമ്പനിയിൽ നടക്കുന്നുണ്ട്. അതിന് ഫാമിലി യൂസേഴ്സായിട്ട് കടന്നു വരിക എന്നത് തന്നെയാണ് അതിൻ്റെ ഒരു സാധ്യത. ആ ഫാമിലി പേക്ക് എടുത്ത് കടന്നു വരുന്നവർക്ക് തന്നെ DCM ബോണസിനും അർഹരാകാൻ പറ്റും. ഇനി അതിന് പുറമെ ഇനി ഒരു ക്ലബ് ബോണസ് ഉണ്ട്. നേരത്തെ പറഞ്ഞ 400 രൂപ മാച്ചിങ് ലഭിക്കുന്നത് ക്ലബ് ബോണസ് കൂടിയാകുമ്പോൾ ഒരു 600 രൂപയിലേക്ക് എത്തും. അതിനു വേണ്ടി ചെയ്യേണ്ടത് നമ്മുടെ കൂടെ വന്നവരെ നമ്മൾ ഓരോ റാങ്കുകളും അച്ചീവ് ചെയ്യിപ്പിക്കുക. അങ്ങനെ റാങ്കുകൾ അച്ചീവ് ചെയ്യിപ്പിച്ചാൽ 10%, 20%, 30%, 40%, 50% വരെ ടോട്ടൽ നമുക്ക് ലൈഫ് ടൈമായിട്ട് 400 എന്നുള്ളത് 600ലേക്ക് ക്ലബ് ബോണസായിട്ട് തരും. അത് എക്സ്ട്രാ ബെനിഫിറ്റാണ്. അപ്പോൾ 3 ലക്ഷവും ഒരു 10,000 ഡെയിലി സീലിംഗ് ആണെങ്കിൽ അത് 15,000ലേക്കും, 400 ഡെയിലി മാച്ചിങ് ആണെങ്കിൽ അത് 600ലേക്കും നമുക്ക് കമ്പനി ഒരിക്കൽ കൂടി അഡീഷണൽ ആയിട്ട് തരുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനി ഇതിനു പുറമെ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് നമ്മുടെ കമ്മിങ് സൂൺ സേവ് കാർട്ടിങ് അത് നമുക്ക് പർച്ചേസിങ് പോയിൻ്റായിട്ട് അവിടെ നമുക്ക് ഇപ്പോഴേ സേവ് ചെയ്ത് വെക്കാൻ പറ്റും. അത് ലോഞ്ച് ആകുന്ന സമയത്ത് അവിടെയുള്ള പ്രൊഡക്റ്റുകൾക്കൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാം. അതിൽ നിന്ന് 1%, 2%, 3% കമ്മീഷൻ നമ്മൾ അവിടുന്ന് സെയിൽ ചെയ്യുന്ന ഓരോ പ്രൊഡക്റ്റിനും നമുക്ക് അതിൻ്റെ മാർജിനും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. വരും കാലഘട്ടത്തിൽ ഇത്രയും നല്ലൊരു പ്ലാനാണ് ഞാനിവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അത് കൃത്യമായിട്ട് ഓരോരുത്തരും സമയമുള്ളപ്പോൾ ഒന്ന് വിശദീകരിച്ച് പഠിക്കാനുള്ള അവസരം കമ്പനി സെഞ്ച്വറി സോഫ്റ്റ്വെയർ സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി ഇൻഡിഗ്ര അക്കാദമിയുടെ നേതൃത്വത്തിൽ 6 മണിക്ക്, 11 മണിക്ക്, 9 മണിക്കും സൂം മീറ്റിംഗ് നടക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പഠിച്ചെടുക്കാൻ സാധിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും ചെയ്യേണ്ടത് ഇത്ര മാത്രം: ഒരു ഷെയർ ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കും, അതുപോലെ തന്നെ ഒരു ലിങ്ക് നിങ്ങൾക്കും ലഭിക്കും. അത് നിങ്ങൾക്ക് എവിടെ നിന്നാണോ ലഭിച്ചത് അവർ പറയുന്നതും അവർ ചെയ്യുന്നതും തന്നെ നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവിധ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലും എത്താനുള്ള ഒരു സൗഭാഗ്യം ഇവിടെ നിന്നും ലഭിക്കും. ഓക്കെ, താങ്ക് യു. എൻ്റെ ഈ ഒരു പ്ലാൻ പ്രസൻറ്റേഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതൊരു ഷോർട്ടായിട്ട് സ്പീഡായിട്ടും ഞാൻ പറയുന്നതാണ്. സമയമില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് ഇതിനെ കാണാം. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.